ദമാസ്കസിലെ മാർ ഏലിയാസ് ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ആക്രമണം ഉളവാക്കിയ ഭീതിക്കിടയിലും ഞായറാഴ്ച ബലിയർപ്പണത്തിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടി. തീവ്രവാദി ആക്രമണത്തിന് ഒരാഴ്ച പിന്നിട്ട കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയർപ്പണം നടന്നു. ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആശങ്ക ശക്തമായ പശ്ചാത്തലത്തിൽ ദമാസ്കസിലെ ദേവാലയത്തിലെ വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി കുറവായിരുന്നു. ആളുകൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണെന്നും ബലിയർപ്പണത്തിൽ ആളുകൾ കുറവായിരുന്നുവെന്നും മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക വിശ്വാസികൾക്കായുള്ള അവർ ലേഡി ഓഫ് ദമാസ്കസിന്റെ ഇടവക വികാരി ഫാദർ ആന്റോണിയോസ് റാഫത്ത് അബു അൽ നാസർ പറഞ്ഞു. ഇത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണെന്നും വിശ്വാസി സമൂഹത്തിന് ഇടയിൽ ഭീതി നിലനിൽക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം നടന്ന ദിവസം മുതൽ പള്ളിക്ക് കാവൽ നിൽക്കാൻ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ ദേവാലയ പരിസരത്ത് തുടരുന്നുണ്ടെന്നും ഫാദർ അൽ നാസർ സ്ഥിരീകരിച്ചു. ദേവാലയങ്ങളെ സംരക്ഷിക്കുന്ന ഫസായൂത്ത് എന്ന പ്രാദേശിക ക്രിസ്ത്യൻ വോളണ്ടിയർമാരുടെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. സമർപ്പണ ബോധത്തോടെ ജാഗ്രതയോടെ സേവനം ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെ വിലമതിക്കുന്നതായും ആരാധനാക്രമങ്ങളിൽ മാത്രമല്ല മറ്റു പരിപാടികളിലും അവർ എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദമാസ്കസിലെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേകിച്ച് അവയുടെ പ്രവേശന കവാടങ്ങളിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദമാസ്കസിലെ ദേവാലയങ്ങളിലെ പ്രാതിനിധ്യത്തിൽ ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് സിറിയൻ പ്രവിശ്യകളിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണുള്ളത്. ആലപ്പോയിൽ ഞായറാഴ്ച ബലിയർപ്പണത്തിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂ സിറിയക് ജില്ലയിലെ മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്കർക്കായുള്ള സെയിന്റ് തെരേസ് പള്ളിയുടെ പരിസരം സുരക്ഷിതമാക്കാൻ 30-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ചാവേർ ആക്രമണം നടത്തിയത്. 30ഓളം ക്രൈസ്തവർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. 63 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരിൽ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്.